ഹലോ എവ്രി വൺ, കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ ജോഗ്രഫിയാണ്. ഓക്കെ, അപ്പം ഈ മേഖലയിലെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിലുപരി നിങ്ങൾക്കുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു നോളേജും അതുപോലെ തന്നെ നിലവിലെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട് എന്നുള്ളൊരു കാര്യവും കൃത്യമായിട്ട് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ജോഗ്രഫിയാണ്. അപ്പം എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കളക്റ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയറിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൾച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു കളക്റ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആണ്. സോ ഈ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, ഒരു ഫിസിക്കൽ ലാൻഡ് ഫോംസ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് കൾച്ചറൽ ജോഗ്രഫിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു വ്യക്തിയുടെ ഫുഡ്, അവരുടെ ക്ലോത്തിങ്, ലാംഗ്വേജ്, അവരുടെ വിശ്വാസം, അവരുടെ പ്രവർത്തനം, അവരുടെ പെർസെപ്ഷൻ, ഇതെല്ലാം തന്നെ ഷേപ്പ് ചെയ്യുന്ന ഒന്നാണ് കൾച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം കൾച്ചറൽ ജോഗ്രഫിയുടെ ഫാദറായിട്ട് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത് കാൾ ഒ സോവർ ആണ്. കാൾ ഒ സോവറിനെയാണ് നമ്മൾ ഫാദർ ഓഫ് കൾച്ചറൽ ജോഗ്രഫി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കൾച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പ്രധാനമായിട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കുള്ളത് ആദ്യം നോക്കാം. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ലേൺഡ് ആൻഡ് അക്വയേർഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയർ ചെയ്യുന്നൊരു സാധനമാണ്. ഇതൊരു ക്യുമുലേറ്റീവ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ വളരെയധികം ഡൈവേഴ്സ് ആണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു പെർമിസിബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇതിനകത്ത് 2 തരം കൾച്ചർ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 2 കോമ്പണൻസ് ഉണ്ട് ഈ കൾച്ചറിന്. ഒന്ന് മെറ്റീരിയൽ കൾച്ചറാണ്. ഓക്കെ, അപ്പം ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് ഒരാളുടെ കൾച്ചർ പറഞ്ഞിരുന്നത്. ഒന്നില്ലെങ്കിൽ അയാളുടെ ക്ലോത്തിങ് ആയിരിക്കാം, അയാളുടെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു പ്രത്യേകതരം കൾച്ചറിനെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ചിലപ്പം ചില വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ഒരു വിശ്വാസം എന്താണ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പം ബിലീഫ്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ, ഇതൊക്കെ തന്നെ നോൺ മെറ്റീരിയൽ കൾച്ചറിനകത്ത് ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കൾച്ചർ ജോഗ്രഫി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൽ നിന്നും വരുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കാൾ ഒ സോവർ ആണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കാൾ ഒ സോവർ ആണ് ഈ ഒരു കൾച്ചറൽ ജോഗ്രഫിയുടെ ഫാദറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ കോംപ്ലക്സ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ് കൾച്ചറൽ ട്രയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് കൾച്ചറിനെയാണ് കൾച്ചറൽ ട്രയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എല്ലാ രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവർ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, അവർ ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അത് അവരുടെ കൾച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യക്കകത്താണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് ആണ് കോമൺ ആയിട്ടുള്ളൊരു കാര്യം. സോ ഈ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ട്രയറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കാല് തൊട്ട് വന്ദിക്കുന്നു എന്നുള്ളത് ഒരു കൾച്ചറൽ ട്രയറ്റ് ആണ്. ഓക്കെ, ഒരു വെഡ്ഡിങ് റിംഗ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ട്രയറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൾച്ചറിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ, ഒരു സിംഗിൾ എലമെൻറ്റിനെ, ഒരു സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ കൾച്ചറൽ ട്രയറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കൾച്ചറൽ ട്രയറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെൻ്റ് ആണ്. ഈ സിംഗിൾ എലമെൻറ്റ്സ്, കുറേ സിംഗിൾ എലമെൻറ്റ്സിൻ്റെ ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ കൾച്ചറൽ കോംപ്ലക്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൾച്ചറൽ കോംപ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ കോംപ്ലക്സ് ആണ്. കാരണം ഒരുപാട് സിംഗിൾ എലമെൻറ്റ്സ് ഓഫ് കൾച്ചറൽ ട്രയറ്റ്സിൻ്റെ ഒരു അക്യുമുലേഷൻ ആണ് ഇത്തരത്തിലുള്ളൊരു മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. സോ കൾച്ചറൽ ട്രയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് കൾച്ചറിനെയാണ് കൾച്ചറൽ ട്രയറ്റ് എന്ന് പറയുന്നത്.
കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ട്രൈബ്സിനെയാണ് നമ്മൾ കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കൾച്ചറൽ ട്രൈബ്സിനെയാണ് കൾച്ചറൽ കോംപ്ലക്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ കൾച്ചറൽ കോംപ്ലക്സിനെ പറയാം. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ട്രൈറ്റ് ഏറ്റവും സിംഗിൾ ആയിട്ടുള്ള ഒന്നാണ്. അതിന് ശേഷം ഈ കുറേ കൾച്ചറൽ ട്രൈറ്റ്സ് ചേരുന്ന ക്ലസ്റ്റർ ഓഫ് ട്രൈറ്റ്സിനെ കൾച്ചറൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ഇനി കൾച്ചറൽ പാറ്റേൺ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. കൾച്ചറൽ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചറൽ ട്രൈറ്റും അതുപോലെ തന്നെ കോംപ്ലക്സുകളുടെയും അറേഞ്ച്മെൻറ്റ് ആൻഡ് റിപ്പിറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൾച്ചറൽ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ ആയിട്ടുള്ള കൾച്ചറൽ ട്രൈറ്റ് ഒരുപാട് കൾച്ചറൽ ട്രൈറ്റ് ചേരുന്ന സമയത്ത് കൾച്ചറൽ കോംപ്ലക്സ് ആവുന്നു. കൾച്ചറൽ കോംപ്ലക്സ് കൃത്യമായി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു, അതിൻ്റെ റിപ്പിറ്റേഷൻ നമ്മൾ ഉറപ്പുവരുത്തി, അതൊരു കൾച്ചറൽ പാറ്റേൺ ആയി. ഇനി ഈ കൾച്ചറൽ പാറ്റേൺ ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൾച്ചറൽ ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം കൾച്ചറൽ ഏരിയ അത് ജനറൽ ആയിട്ടുള്ളൊരു ടേമാണ് കൾച്ചറൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട്, ഓക്കെ, അതിൻ്റെ ഏരിയയുടെ വലിപ്പം കുറവാണ്, പക്ഷേ ഈ കൾച്ചറൽ ട്രൈബ്സ് ആൻഡ് കോംപ്ലക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, കൾച്ചറൽ പാറ്റേൺ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന, മോർ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റിയാണ് നമ്മൾ കൾച്ചറൽ റീജിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് കൾച്ചറൽ ട്രൈബ്സ് ആൻഡ് കോംപ്ലക്സ് ആൻഡ് പാറ്റേൺസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, വളരെ ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ റീജിയൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, കൾച്ചറൽ റീജിയൻ. ഈ കൾച്ചറൽ റീജിയൻ കുറേ കൾച്ചറൽ റീജിയൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കൾച്ചറൽ റീജിയൻസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരുപാട് ആളുകൾ കൾച്ചറൽ റീജിയൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 വ്യക്തികളും അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്നുള്ള കാര്യവും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കൾച്ചർ, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അല്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ കൾച്ചറൽ റീജിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഡാക്കി ബുദ്ധിസ്റ്റ് റീജിയൻ, കാശ്മീരി മുസ്ലിം റീജിയൻ, കിനാരി ദേവ്ഭൂമി റീജിയൻ, സിഖ് ഗുർമുഖി റീജിയൻ, അതുപോലെ തന്നെ ഹിന്ദി റീജിയൻ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ റീജിയൻ ഉണ്ട്, ബംഗാളി റീജിയൻ ഉണ്ട്, മറാത്തി ഹിന്ദു റീജിയൻ ഉണ്ട്, ട്രൈബോ ഹിന്ദു റീജിയൻ ഉണ്ട്, ദ്രവീഡിയൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയും റീജിയൻസ് ആണ് അതിനകത്ത് വരുന്നത്. കൾച്ചറൽ റിയലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കൾച്ചറൽ റീജിയൻ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ ക്ലിയർലി കൾച്ചറൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൾച്ചറൽ റീജിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വലിയ ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഗ്ലോബൽ സ്കെയിൽ റീജിയനെയാണ് നമ്മൾ കൾച്ചറൽ റിയലം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം വെരി ലാർജ് ഗ്ലോബൽ സ്കെയിൽ റീജിയനെയാണ് നമ്മൾ കൾച്ചറൽ റിയലം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു കൾച്ചർ അവർ ബിഹേവ് ചെയ്യുന്ന പാറ്റേൺസ് മാത്രമല്ല, ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവേഷൻ കൂടി, ഒരു ലോങ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൾച്ചറൽ റിയലത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും 4 മേജർ കൾച്ചറൽ റിയലംസ് ആണുള്ളത്. ഒന്ന് ഓക്സിഡൻ്റൽ റിയലം, ഇസ്ലാമിക് റിയലം, ഇന്ത്യൻ റിയലം, അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യൻ കൾച്ചറൽ റിയലമാണ്. ഇതിനകത്ത് ഓക്സിഡൻ്റൽ കൾച്ചറൽ റിയലത്തിന് നമുക്ക് വീണ്ടും കോണ്ടിനെൻ്റൽ യൂറോപ്യൻ കൾച്ചർ, മെഡിറ്ററേനിയൻ യൂറോപ്യൻ കൾച്ചർ, ആംഗ്ലോ അമേരിക്കൻ ആൻഡ് ഓസ്ട്രേലിയൻ കൾച്ചർ, ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ എന്നിങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ 2 മെസോ റിയലംസും കൂടി ഉണ്ട്. മെസോ റിയലംസ് ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യനും അതുപോലെ തന്നെ മെസോ ആഫ്രിക്കൻ അഥവാ നീഗ്രോ ആഫ്രിക്കൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഓക്സിഡൻ്റൽ റിയലം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ സൊസൈറ്റിയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ഓക്സിഡൻ്റൽ റിയലത്തിനകത്താണ് നമ്മുടെ വെസ്റ്റേൺ യൂറോപ്പ്, കോണ്ടിനെൻ്റൽ യൂറോപ്പ്, കഴിഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ അത്രയും ആളുകൾ ഇതിനകത്താണ് വരുന്നത്. ഇവിടെ ക്രിസ്ത്യാനിറ്റിയാണ് കുറച്ചുകൂടെ പ്രീഡോമിനൻ്റ് ആയിട്ടുള്ളത്. മോഡേണൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും കൊളോണിയസേഷനും അതുപോലെ തന്നെ അർബണൈസേഷനും ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ദെൻ ഇസ്ലാമിക് റിയലം അല്ലേ, അതിൻ്റെ പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇസ്ലാമിക് റിയലം എന്ന് പറയുന്നത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള റിലീജിയൻ വളരെ വിസിബിൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റിയലമാണ് ഇസ്ലാമിക് റിയലം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെസ്റ്റേൺ സൈഡിൽ മൊറോക്കോയും അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിൽ പാകിസ്ഥാനും ബൗണ്ടറി വരുന്ന അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇസ്ലാമിക് റിയലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇത്
വളരെ റിലീജിയസ് ഓർത്തഡോക്സി ഉള്ളൊരു റീലമാണ് ഇസ്ലാമിക് റീലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ യൂറോപ്യൻസ് ടേം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഓറിയന്റൽ കൾച്ചർ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യൻ റീലമാണ്. ഓക്കെ, ഇന്ത്യൻ റീലത്തിന് മൺസൂൺ കൾച്ചർ എന്നും കൂടി പറയാറുണ്ട്. ഇപ്പം ഹിന്ദു പ്രീഡൊമിനൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ഹിമാലയം മുതൽ അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ വരെ വരുന്ന മേഖലകളാണ് ഇന്ത്യൻ റീലം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. കാസ്റ്റ് സിസ്റ്റം അവിടെ വളരെയധികം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അഗ്രികൾച്ചർ പ്രീഡൊമിനൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഉള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ റീലം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഈസ്റ്റ് ഏഷ്യൻ റീലം എന്ന് പറയുന്ന സമയത്ത് ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ റിമൈൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈസ്റ്റ് ഏഷ്യൻ റീലം എന്ന് പറയുന്നത്. അപ്പം സൗത്ത് കൊറിയ പോലുള്ള ജപ്പാൻ പോലുള്ള മേഖലകളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിനകത്ത് മംഗ്ലോയിഡ് സൊസൈറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ സെൻറ്റേർഡ് ആയിട്ട് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് നോക്കി വെക്കുക. ദെൻ മൈനർ കൾച്ചറൽ റീലം എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൾച്ചറൽ റീലും ഉണ്ട്, അതുപോലെ തന്നെ മെസോ ആഫ്രിക്കൻ റീലും ഉണ്ട്. മെസോ ആഫ്രിക്കൻ റീലത്തിനെയാണ് നമ്മൾ നീഗ്രോ കൾച്ചർ എന്നാണ് വിളിക്കുക. ഓക്കെ, വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് മെസോ ആഫ്രിക്കൻ റീലത്തിനെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടോയിൻബി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ഈ ഒരു മെസോ ആഫ്രിക്കൻ റീലത്തെ പേര് കൊടുത്തിരിക്കുന്നത് തന്നെ മാർജിനലൈസ്ഡ് കൾച്ചർ എന്നൊക്കെയാണ്. ഓക്കെ, മാർജിനലൈസ്ഡ് കൾച്ചർ എന്നൊക്കെയാണ് മെസോ ആഫ്രിക്കൻസിനെ വിളിച്ചിട്ടുള്ളത്. ദെൻ അടുത്താണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീലം എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ കാണാൻ കഴിയുന്ന ഒരു ഏരിയയാണ്, ഇൻ്റർമിങ്കിൾഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീലം എന്ന് പറയുന്നത്. അതായത് ഇപ്പം മ്യാൻമർ ആൻഡ് തായ്ലാൻഡിലൊക്കെ നമുക്ക് ബുദ്ധിസം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇൻഡിക് കൾച്ചറിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. ഇനി മലേഷ്യ അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ ചില ദ്വീപുകളിലൊക്കെ ഇസ്ലാമിക്കിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഈ ഒരു മേഖലയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസിൻ്റെ ഒരു ഇൻ്റർമിങ്കിൾഡ് ഏരിയ ആയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീലത്തിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് കൾച്ചറൽ ട്രയറ്റ് ആണ്. കൾച്ചറൽ ട്രയറ്റ് എന്ന് പറയുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു നോൺ മെറ്റീരിയൽ എലമെൻ്റ് ആയിരിക്കാം, അത് മെറ്റീരിയൽ എലമെൻ്റ് ആയിരിക്കാം, ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് കൺസെപ്റ്റിനെയാണ് നമ്മൾ കൾച്ചറൽ ട്രയറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ഷെയ്ക്ക് ഹാൻഡ് ആയിരിക്കാം, അത് ചിലപ്പോൾ ഒരു റിങ് ആയിരിക്കാം, അങ്ങനെ ഒരു ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഒരു ഇതിനെയാണ്, സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ കൾച്ചറൽ ട്രയറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് നോക്കാനുള്ള കുറച്ച് ടേമുകളാണ്. എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടേമുകൾ സോഷ്യൽ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നോക്കണം. അതിന് മുന്നേ നമ്മൾ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഒരു ഓർഡർ. ഓക്കെ, ഇത്ര നേരം ഞാൻ പറഞ്ഞ ട്രയറ്റ്, കോംപ്ലക്സ്, റീജിയൺ ആൻഡ് റീലം, ഇതാണ് അതിൻ്റെ ഓർഡർ. ആദ്യം ഒരു ട്രയറ്റ് വരുന്നു, ആ ട്രയറ്റിൻ്റെ ഒരു അക്യുമുലേഷനാണ് കോംപ്ലക്സ്, അത് ജോഗ്രഫിക്കലി കാണുന്ന റീജിയൻ, അത് വളരെ ബ്രോഡായിട്ടുള്ളൊരു ഗ്ലോബൽ ലെവലിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ലെവൽ റീജിയൻ ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യണമെങ്കിൽ റിയലം എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്ന വേറൊരു ടൈമാണ് കൾച്ചറൽ എക്കോളജി എന്താണെന്ന് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, കൾച്ചറൽ എക്കോളജി ജൂലിയൻ സ്റ്റുവേർഡാണ് ഈ കൾച്ചറൽ എക്കോളജി എന്നുള്ളൊരു ടേമൊക്കെ കോയിൻ ചെയ്യുന്നത്. ഒരു കൾച്ചർ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള അതിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ കൾച്ചറൽ എക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ജൂലിയൻ സ്റ്റുവേർഡാണ് ആ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തിരിക്കുന്നത്. ദ തിയറി ഓഫ് കൾച്ചറൽ ചേഞ്ച് 1955 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് നമുക്ക് ഈ ഒരു ടേം കാണാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ, ഡൈവേർജൻസ്, കൺവേർജൻസ്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കിക്കഴിഞ്ഞാൽ കൾച്ചറൽ ജോഗ്രഫി കംപ്ലീറ്റ് ആവും. ദെൻ നമ്മൾ അടുത്തതായിട്ട് വരുന്നത് സോഷ്യൽ ജോഗ്രഫിയിലോട്ടാണ്. സോഷ്യൽ ജോഗ്രഫി എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് വരുന്ന സോഷ്യൽ ജോഗ്രഫിയിലേക്ക് കടക്കുമ്പം പ്രധാനമായിട്ടും എന്താണ് ഒരു 3 സെൻട്രൽ കോൺസെപ്റ്റ് അതിനകത്തുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലും അദ്ദേഹം ജീവിക്കുന്ന ആ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 3 സെൻട്രൽ പോയിന്റ്സ് സോഷ്യൽ ജോഗ്രഫിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ പ്രോസസ്സ്. ഓക്കെ, സോഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ ഓർഗനൈസേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനുഷ്യൻ ഇടപെടുന്ന അവൻ്റെ ചുറ്റുപാടിൻ്റെ ഘടനയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ദെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനീക്വാലിറ്റിയുടെ ബേസിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ഇനീക്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ സോഷ്യൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനും ഒരു ഡിവിഷനും ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോഴല്ലേ, പരസ്പരം മനുഷ്യന്മാർ അവരുടെ കൾച്ചറിനെ കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് സോഷ്യൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചില ജനറൽ ടേംസ് ഉണ്ട്. എന്താണ്? കോമ്പറ്റീഷൻ, കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, അസിമിലേഷൻ, അക്കോമഡേഷൻ, അങ്ങനെയുള്ള ചെറിയ 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 ടേമുകളെ കുറിച്ചും നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ലാംഗ്വേജിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പം ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഫാമിലി, ദെൻ അതിൻ്റെ സബ് ഫാമിലി ആൻഡ് ബ്രാഞ്ച്, ഏത് ഏരിയയിലാണ് മേജറായിട്ടും ഈ ഒരു ഭാഷ സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫാമിലി ഓസ്ട്രിക് ആണ്. ഇതിനെ നിഷാദ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. 1.2% ആളുകളാണ് ഈ ഒരു ഭാഷ സംസാരിക്കുന്നത്. ഇതിൻ്റെ സബ് ഫാമിലി ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രോ ഏഷ്യാറ്റിക്, ഓസ്ട്രോനേസിയൻ, അങ്ങനെ കുറേ സബ് ഫാമിലീസ് വരുന്നുണ്ട്. ദെൻ ദ്രവീഡിയൻ ആണ്. 19.64% ആളുകളാണ് ഈ ഒരു ഭാഷ സംസാരിക്കുന്നത്. ദെൻ സിനോ ടിബറ്റൻ, ഇൻഡോ യൂറോപ്യൻ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട ഫാമിലി, അത് എത്ര % ആണ് ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കണം. ദെൻ ഇന്ത്യൻ ട്രൈബ്സ് എന്ന് പറയുന്ന സമയത്ത് 2011 സെൻസസിനെ ബേസ് ചെയ്ത് വേണം ഇന്ത്യയുടെ ട്രൈബൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ത്യയിൽ 5ാമത്തെ ഇതിലാണ്, പാർട്ട് 5ലാണ് ഈ ട്രൈബ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. ദെൻ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എത്ര ട്രൈബ്സ് ഉണ്ട്? നിലവിൽ ഒരു 104 മില്യൺ ട്രൈബ്സ് ആണുള്ളത്. ഓക്കെ, അപ്പം അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 8.6% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രൈബ്സ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിലവിലൊരു സെൻസസ് വരുന്നുണ്ട്. അതിനകത്ത് ഈ ഡാറ്റയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. പക്ഷേ 2011 സെൻസസിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതായത് 645 വ്യത്യസ്ത തരം ട്രൈബുകൾ ഇന്ത്യയിലുണ്ട്. അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 5ലാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വരുന്നത്. ഏകദേശം 10 crores ഓഫ് ട്രൈബ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രൈബ്സ് കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. ദെൻ ഇന്ത്യയിൽ ട്രൈബ്സ് തന്നെ ഇല്ലാത്ത സ്റ്റേറ്റുകളുണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്, നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. പഞ്ചാബ്, ഡൽഹി, പോണ്ടിച്ചേരി, ഹരിയാന, ആ മേഖലകളിലൊക്കെ ആയിട്ട് ട്രൈബ്സ് തീരെ കാണാത്ത നോ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രൈബ്സ് 2011 സെൻസസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബില്ലാണ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ട്രൈബ്സ്, അവരുടെ മേഖല ഏതാണ് എന്നുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. ഇപ്പം ഗോണ്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബോട്ടിയ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ട്രൈബും അവരുടെ ഏരിയ ഏതാണ്, ഏത് മേഖലയിലാണ് അവർ ഉള്ളത് എന്നുള്ളതും ഒന്ന് നോക്കണം. ദെൻ അവരുടെ ലിറ്ററസി റേറ്റും. ഓക്കെ, അപ്പം ലിറ്ററസി റേറ്റ് നിലവിൽ 59% ആണ് 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ട്. ഇതിൽ ഹയസ്റ്റ് വരുന്നത് എവിടെയാണ്? പിന്നെ അവരുടെ സെക്സ് റേഷ്യോ എത്രയാണ്, ചിൽഡ്രൻസിൻ്റെ സെക്സ് റേഷ്യോ എന്താണ്? ഓക്കെ, അപ്പം ട്രൈബൽ കമ്മ്യൂണിറ്റി ഇവരെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നൊരു കോൺസെപ്റ്റാണ്, ഇത്രയുമാണ് സോഷ്യൽ ജോഗ്രഫിയെ സംബന്ധിച്ച് വരുന്നത്. ദെൻ അടുത്തത് പൊളിറ്റിക്കൽ ജോഗ്രഫിയിൽ വരുന്നൊരു കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ ജോഗ്രഫിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ആധിപത്യം നമുക്ക് കൃത്യമായിട്ട് വിസിബിൾ ആയിരുന്നു. ഓക്കെ, അതിന് മുന്നേ വരെ ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത ആരാണ് എന്നുള്ള ചോദ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ 2025 അതിൻ്റെ ഒരു പാറ്റേൺ, കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച് ജിയോ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ജോഗ്രഫിയിലേക്കുള്ളൊരു ഷിഫ്റ്റ്
വിസിബിൾ ആയിരുന്നു 2025 പേപ്പറിൽ. സോ അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ മാക്സിമം ഇത്തരം ടോപ്പിക്കുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ ജോഗ്രഫിയിൽ വരുന്ന 2 ടേംസ് ആണ് ബൗണ്ടറീസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് അല്ലേ. അതായത് ഒരു അധികാരം സൂചിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ ബൗണ്ടറിയും ഫ്രോണ്ടിയറും ഒക്കെ. അപ്പോൾ ഈ ബൗണ്ടറി ആൻഡ് ഫ്രോണ്ടിയർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് ബൗണ്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിൽ അവിടുത്തെ ഭരണ നേതൃത്വത്തിൻ്റെ അംഗീകാരപ്രകാരം ഡിമാർക്കേറ്റ് ചെയ്യുന്ന ഒരു ഔട്ടർ ലിമിറ്റ് ഓഫ് ദി ഏരിയയാണ് ബൗണ്ടറീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ആ ബൗണ്ടറി സൂചിപ്പിക്കുന്ന ഒരു പരമാധികാരമാണ്. അത് കൃത്യമായിട്ടൊരു അധികാര പരിധിയിൽ വരുന്നതായിട്ടുള്ളൊരു വാക്കാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. സെൻട്രിപിറ്റലാണ്, സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആ എൻ്റയർ ആയിട്ടുള്ള റീജിയനെയും ഒരു ഏകീകരിക്കുന്ന ഒരു ടേമാണ് ബൗണ്ടറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം ഫ്രോണ്ടിയർ ആണെങ്കിൽ ഒരു ട്രാൻസിഷണൽ ബോർഡർ സോൺ വിത്ത് വീക്ക് കൺട്രോളിനെയാണ് നമ്മൾ ഫ്രോണ്ടിയർ എന്ന് വിളിക്കുന്നത്. ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്, അത് ഔട്ട്സൈഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫ്രോണ്ടിയറും ബൗണ്ടറീസും തമ്മിലുള്ള വ്യത്യാസം. ദെൻ വേണമെങ്കിൽ നമുക്ക് ബൗണ്ടറീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ജെനറ്റിക് ആൻഡ് ഫങ്ഷണൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ജെനറ്റിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ലെവലാണ് വരിക. ഒന്ന് ആൻറ്റാസിഡൻറ്റ്, സബ്സീക്വൻറ്റ്, സൂപ്പർ ഇമ്പോസ്ഡ് ബൗണ്ടറീസ് ഉണ്ട്, റെലിക് ഓർ റെസ്യൂജ്വൽ ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ആൻറ്റാസിഡൻറ്റ് ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിയോമോർഫോളജിയിലൊക്കെ പഠിച്ചൊരു ടേം പോലെ തന്നെയാണ്. ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് മുന്നേ ഡിമാർക്കേറ്റ് ചെയ്ത ബൗണ്ടറിയാണ് ആൻറ്റാസിഡൻറ്റ് ബൗണ്ടറി. US ആൻഡ് കാനഡയൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഇനി സബ്സീക്വൻറ്റ് ബൗണ്ടറി എന്ന് വിചാരിക്കുക. സബ്സീക്വൻറ്റ് ബൗണ്ടറി എന്ന് പറയുന്ന സമയത്ത് ഒരു നേഷൻ സ്റ്റേറ്റ് എക്കണോമിക്കലി, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ശേഷം രൂപപ്പെട്ട് വരുന്നത് സബ്സീക്വൻറ്റ് ബൗണ്ടറി. ഇന്ത്യ, മ്യാൻമർ ഒക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ അടുത്താണ് സൂപ്പർ ഇമ്പോസ്ഡ് ബൗണ്ടറി. ഓക്കെ, ഞാൻ പറഞ്ഞു ബൗണ്ടറിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ജെനറ്റിക് ആൻഡ് ഫങ്ഷണൽ. ഇതിനകത്ത് ജെനറ്റിക്കിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആൻറ്റാസിഡൻറ്റ് ആൻഡ് സബ്സീക്വൻറ്റ്. അതായത് ഒരു നേഷൻ സ്റ്റേറ്റ് പൊളിറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ബൗണ്ടറീസ് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആൻറ്റാസിഡൻറ്റ് ബൗണ്ടറി എന്ന് പറയുന്നു. ഒരു നേഷൻ സ്റ്റേറ്റ് എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷം രൂപീകൃതമാകുന്നത് സബ്സീക്വൻറ്റ് ബൗണ്ടറിയാണ്. ദെൻ സൂപ്പർ ഇമ്പോസ്ഡ് ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറമേ നിന്നുള്ളൊരു വിദേശ ശക്തി ഒരു പ്രദേശത്തിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം രൂപപ്പെടുന്നതാണ് സൂപ്പർ ഇമ്പോസ്ഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇപ്പം നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. ദെൻ റെലിക് ഓർ റെസ്യൂജ്വൽ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ കാരണം എലിമിനേറ്റ് ചെയ്ത് പോയ ബൗണ്ടറിയാണ്. ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെർലിൻ വാളാണ്. ഓക്കെ, അപ്പം ഇത് റെലിക് ഓർ റെസ്യൂജ്വൽ ബൗണ്ടറി ആണ്. ഇനി ഫ്രോണ്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു ജോഗ്രഫിക്കൽ ടേമാണ്. വലിയ അധികാരം സൂചിപ്പിക്കാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു അതിരാണ് ഫ്രോണ്ടിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനൊപ്പം തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് നേഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്താണ്, നേഷൻ സ്റ്റേറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ വേണം. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് ജനറലി ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഹയറാർക്കിയൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ട്, ഒരു ക്യാപിറ്റൽ ഉണ്ടാവും, അവിടെ അതോറിറ്റി ഉണ്ടാവും, സെൻട്രലൈസ്ഡ് ആയിരിക്കും ഈ മേഖല. ഇതൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു ഇതായിട്ട് വരുന്നത്. ഓക്കെ, നേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ കോമൺ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വെൽ ഡിഫൈൻഡ് ടെറിട്ടറിയാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പ്രത്യേകമായിട്ടുള്ള ഡിസയേർഡ് വാല്യൂവിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അവിടെ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബൗണ്ടറി കണ്ടുമുട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം, സ്റ്റേറ്റും നേഷൻ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയണം. സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. പക്ഷേ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് കൾച്ചറൽ പ്ലസ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേഷൻ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൾച്ചർ അവർ ഫോളോ ചെയ്തിരുന്ന കാലങ്ങളായിട്ട് ഒരു സൊസൈറ്റി ഫോളോ ചെയ്തിരുന്ന കോമൺ ആയിട്ടുള്ള കൾച്ചർ നഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ
പ്രൈമറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തും കരിക്കുലം ആക്ടിവിറ്റീസിലും കൂടെയൊക്കെ ഇടപെട്ടുകൊണ്ട് അത് റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലത്തെയാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു 2 ടോപ്പിക്കുകളാണ് ഈ സ്റ്റേറ്റും നേഷൻ സ്റ്റേറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിലവിലൊരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റേറ്റ് എന്താണ്, നേഷൻ സ്റ്റേറ്റ് എന്താണ് എന്നുള്ള കാര്യത്തെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഈ പൊളിറ്റിക്കൽ ജോഗ്രഫിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ഫെഡറിക് റാസൽ ആണ്. അപ്പോൾ ഈ ഒരു ടേമും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പൊളിറ്റിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന തൻ്റെ പുസ്തകം 1896 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷന് ശേഷമാണ് റാറ്റ്സൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ജോഗ്രഫി ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഹേർട്ട്ലാൻഡ് ആൻഡ് റിംലാൻഡ് തിയറി. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഹേർട്ട്ലാൻഡ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ജോഗ്രഫർ ആയിരുന്ന സർ ഹഫോൾഡ് മെക്കിൻഡർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. 1904 ആദ്യമായിട്ട് ഈ കോൺസെപ്റ്റ് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെക്കിൻഡർ ലോകത്തെ 3 തരംതിരിക്കുന്നത് കേട്ടോ. ഒന്ന് പൈവറ്റ് ഏരിയ, ഇന്നർ പ്രസൻറ്റ്, ഔട്ടർ പ്രസൻറ്റ്. പൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് കോർ ഓഫ് യൂറേഷ്യ ആണ്. ഓക്കെ, അതിന് ചുറ്റിക്കിടക്കുന്ന മേഖലയെ ഇന്നർ ഓർ മാർജിനൽ പ്രസൻറ്റ് എന്നും അതിനും ചുറ്റുമുള്ള മേഖലയെ അദ്ദേഹം വിളിച്ച പേരാണ്. ഓക്കെ, അപ്പം ഞാൻ പറയാം. ഇപ്പോൾ ഇതാണ് വേൾഡ് എന്ന് വിചാരിക്കുക. ഈ വേൾഡിനെ അദ്ദേഹം 3 ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രൽ പാർട്ടാണ് നമ്മുടെ പൈവറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ പൈവറ്റ് ഏരിയ ചുറ്റിക്കിടക്കുന്ന ഭാഗത്തെ അദ്ദേഹം ഇന്നർ ക്രസൻറ്റ് അല്ലെങ്കിൽ മാർജിനൽ ക്രസൻറ്റ് എന്ന് വിളിക്കുന്നു. ദെൻ അതിന് ശേഷമുള്ള ഏരിയയാണ് ഔട്ടർ ഓർ ഇൻസുലാർ ക്രസൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് കോർ ഓഫ് യൂറേഷ്യ ആണ്. യൂറേഷ്യയുടെ ഭാഗങ്ങളാണ് അദ്ദേഹം ഈ പൈവറ്റ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ നമ്മുടെ ഇന്നർ ഓർ മാർജിനൽ ക്രസൻറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് യൂറോപ്യൻ ആൻഡ് സൗത്ത് വെസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളാണ്. ദെൻ ഔട്ടർ ക്രസൻറ്റ് എന്ന് പറയുമ്പോൾ സീ പവർ ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ലാൻഡ് പവർ ആണ് ലോകത്തെ ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹേർട്ട്ലാൻഡ് തിയറിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ അതിൻ്റെ ഇമേജ് വരുന്നുണ്ട്. ഹേർട്ട്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ഓഫ് യൂറേഷ്യയുടെ കോറിനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് 1919 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് ഐഡിയൽസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പൈവറ്റ് ഏരിയ ഹേർട്ട്ലാൻഡ് ആയിട്ട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. പിന്നെ വീണ്ടും 1943 റൗണ്ട് വേൾഡ് ആൻഡ് വിന്നിങ് ഓഫ് ദ പീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഗെയിൻ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ കോർ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു റൂൾസ് ഈസ്റ്റ് യൂറോപ്പ് കമാൻഡ് ഹേർട്ട്ലാൻഡ് ആണ്. അപ്പോൾ ഈസ്റ്റ് യൂറോപ്പ് ആരാണോ ഭരണം നടത്തുന്നത് അവർ ഹേർട്ട്ലാൻഡിനെ കമാൻഡ് ചെയ്യും. ഹേർട്ട്ലാൻഡിനെ കമാൻഡ് ചെയ്യുന്ന ആളുകൾ വേൾഡ് ഐലൻഡിനെ കമാൻഡ് ചെയ്യും. ആരാണോ വേൾഡ് ഐലൻഡിനെ റൂൾ ചെയ്യുന്നത് അവർ വേൾഡിനെ റൂൾ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ വേൾഡ് ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂറോപ്പ്, ആഫ്രിക്കൻ, ഏഷ്യ ഈ 3 കോണ്ടിനെൻസും ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ഹ്യൂജ് ലാൻഡ് മാസിനെയാണ് അദ്ദേഹം വേൾഡ് ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹു റൂൾസ് ഈസ്റ്റ് യൂറോപ്പ് കമാൻഡ് ഹേർട്ട്ലാൻഡ്, who rules Heartland commands World Island, who rules World Island commands the world. അപ്പോൾ സെൻട്രൽ ആയിട്ടുള്ള മേഖലയ്ക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ ഒരു റിംലാൻഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹേർട്ട്ലാൻഡിന് ചുറ്റിക്കിടക്കുന്നതായ ഇന്നർ ക്രസൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് റിംലാൻഡ് തിയറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിക്കോളസ് വൈസ്മാൻ 1942 ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹു കൺട്രോൾസ് റിംലാൻഡ് റൂൾസ് ദ യുറേഷ്യ, ഹു റൂൾസ് ദ യുറേഷ്യ കൺട്രോൾസ് ദ ഡെസ്റ്റിനീസ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പൈവറ്റ് ഏരിയയ്ക്കും ഔട്ടർ ക്രസൻറ്റിനും ഇടയിൽ കിടക്കുന്നതായ, ഓക്കെ ഞാൻ പറഞ്ഞു 3 അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൈവറ്റ് ഏരിയ, ഇന്നർ ക്രസൻറ്റ്, ദെൻ ഔട്ടർ ക്രസൻറ്റ്. ഓക്കെ, അപ്പം ഈ സെൻറ്ററിനും ഈ ഔട്ടർ സെക്ഷനും ഇടയിൽ കിടക്കുന്നതായ റീജൻസ് ആണ് ലോകത്തെ ഭരണം നടത്താൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് റിംലാൻഡ് തിയറിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് റിംലാൻഡ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഹേർട്ട്ലാൻഡും റിംലാൻഡും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവരുടെ പുസ്തകങ്ങൾ, അതിൻ്റെ വർഷം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് വരാറുള്ളത്. ദെൻ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം കൂടി നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് നോക്കി വെക്കണം. അതായത് ജോഗ്രഫി എങ്ങനെയാണ് ഒരു പ്രദേശം
പ്രദേശത്തിൻ്റെ പൊളിറ്റിക്കൽ പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ജിയോ പൊളിറ്റിക്സ്. എങ്ങനെയാണ് ഈ ടെക്നോളജി ആൻഡ് എക്കോണമി ആൻഡ് കൾച്ചർ ഒരു ലോകത്തിൻ്റെ പവറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നിയോ പൊളിറ്റിക്സ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജിയോ പൊളിറ്റിക്സ് ചോദിച്ചതുകൊണ്ട് ഇപ്രാവശ്യം നിയോ പൊളിറ്റിക്സും കൂടി നോക്കിയിട്ട് പോകുന്നത് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. ദെൻ അടുത്തത് റീജിയണൽ ഓർഗനൈസേഷൻ ആൻഡ് കോർപ്പറേഷൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാർക്ക് രൂപീകൃതമായത് ഡിസംബർ 8, 1985 ദെൻ ഇതിനകത്ത് ഫൗണ്ടിങ് കൺട്രീസ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്കയാണ്. ദെൻ ഇതിനകത്ത് വരുന്നത് 8 മെമ്പർ സ്റ്റേറ്റ്സും വരുന്നുണ്ട്, 9 ഒബ്സർവേഴ്സും വരുന്നുണ്ട്. മെമ്പർ സ്റ്റേറ്റിന് പരമാധികാരമുണ്ട്. ഒബ്സർവേഴ്സ് എന്ന് പറയുമ്പം ഇതിൻ്റെ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യും, പക്ഷെ വോട്ടിംഗ് പോലുള്ള മേഖലകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇവരെ കഴിയില്ല എന്നുള്ളതാണ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി വെക്കണം. ദെൻ അടുത്തത് വരുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് 1 വിഷൻ 1 ഐഡൻറ്റിറ്റി 1 കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ്. ഓഗസ്റ്റ് 8 ആസിയാൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ഇതിൻ്റെ സെക്രട്ടേറിയറ്റ്. ഇത് ഫസ്റ്റ് പേപ്പറിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. ഇവർ ഫോക്കസ് ചെയ്യുന്ന മേഖല ഏതാണ്, ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, ഇന്ത്യ എപ്പോഴാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഒപെക് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ഇത് എന്താണ്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്. 1960 ബാഗ്ദാദിൽ വെച്ചാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ ആൻഡ് വെനിസ്വലയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഓക്കെ, ദെൻ ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് പേപ്പറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ പ്രധാനമായിട്ടും ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് വരുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് മാത്രമാണ് നോക്കി വെക്കേണ്ടത്. ദെൻ യൂറോപ്യൻ യൂണിയൻ 27 കൺട്രീസ് ഉണ്ട്. ദെൻ ഒരു പീസ് ആൻഡ് വാല്യൂസ് ആൻഡ് സിറ്റിസൺ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ ഫോർമേഷൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ജനറൽ അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജോഗ്രഫി നമ്മൾ പഠിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു നോളേജ് നമുക്ക് ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൾച്ചർ എക്സ്പ്ലെയിൻസ് ഹൂ വി ആർ, പൊളിറ്റിക്സ് എക്സ്പ്ലെയിൻസ് ഹൂ ഡിസൈഡ്സ്, geography explains where it happens, and understanding all three makes you exam ready and world ready എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.